ഹലോ ഹലോ, ഞാനാ ACPയുടെ ഓഫീസിൽ നിന്നാ. പറടോ. സാറിന്റെ മരുമകള് ഇവിടെ ACPയെ കാണാൻ വന്നിരുന്നു. ആര്? വിദ്യയോ? അല്ല സാറേ, ജഗൻ കല്യാണം കഴിച്ച പെണ്ണില്ലേ, വന്ദന. ആ കുട്ടി തന്നെ. എന്തിനാടോ വന്നത്? സത്യമാണോ താൻ പറയുന്നത്? സത്യമാണ് സാർ. ആ പെണ്ണ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആക്സിഡന്റിൽ മരിച്ച രാജീവന്റെ കേസ് ഫയൽ എടുക്കാൻ ACP എന്നോട് പറഞ്ഞിരിക്കുക. താനിതെന്തിനാ എന്നോട് പറയുന്നത്? അല്ല, സാറിന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ആണ്, സാറിന്റെ പാർട്ടിയിൽപ്പെട്ടവരാരെങ്കിലും ആണ് ഇതിന്റെ പിന്നിലുള്ളതെങ്കിൽ സൂക്ഷിക്കണം. ACP വൈക ആള് പുലിയാ. വെറും പുലിയല്ല, ചീറ്റപ്പുലിയാ. കുറുപ്പ് സാറോ, പറയണം. പറയാം. രാജീവിന്റെ ആക്സിഡന്റിന്റെ കേസ് അന്വേഷിക്കാൻ ഒരു പുതിയ ACP വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? വന്ദന സ്റ്റേഷനിൽ ചെന്ന് അവരെ കണ്ടിരിക്കുന്നു. നല്ല രുചിയുള്ള ഭക്ഷണം. അതെന്നും കഴിക്കാൻ കഴിയുന്നതിലപ്പുറം ഒരു ഭാഗ്യം വേറെ ഇല്ലെന്നാ എന്റെ അഭിപ്രായം. അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് എന്നും ഒരേ ഭക്ഷണം കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ ഹോട്ടൽ ഭക്ഷണമായി. അതും കണക്കാ. അല്ല, വായിക്ക് രുചിയായി ഭക്ഷണം കഴിക്കണമെങ്കിൽ വർഷയെ പോലെ കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ വെച്ച് വിളമ്പുന്ന ഭക്ഷണം തന്നെ വേണം. അക്കാര്യത്തില് വിക്രം ഭാഗ്യവാന്. എനിക്ക് അവനോട് അസൂയ തോന്നുക. വെറുതെ അസൂയപ്പെടാതെ ആ ഭാഗ്യം ഉണ്ടാക്കാനുള്ള വഴി നീ നോക്കുമോനെ. അതെ, നീ ഒരു കല്യാണം കഴിക്കണം. രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്ന പെണ്ണിന് മുൻഗണന എന്നൊരു പരസ്യം കൂടെ കൊടുക്ക. അങ്ങനെ പരസ്യം കൊടുത്ത് വിവാഹം നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. വന്ന് കയറുന്നവൾക്ക് പാചകത്തെ പറ്റി ചുക്കും ചുണ്ണാമ്പും അറിയില്ലെങ്കിലോ? പിന്നെ കുടുംബകലഹത്തിന് നേരം ഉണ്ടാവും. അത് ശരിയാ. മച്ചു വാ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. ദേ, മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് ഞാൻ കലാപരിപാടി അങ്ങ് ആരംഭിച്ചു. ഏട്ടന്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ടെന്ന് ഞാനും പറഞ്ഞു. അതെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്ത് ഫോർമാലിറ്റിയാണ്? അളിയാ, നീ വാ, ഇരിക്കടാ അങ്ങോട്ട്. വേണ്ട, എനിക്ക് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓ പിന്നെ എന്താ ഏട്ടാ ഇത്? എന്ത് അത്യാവശ്യമായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന പതിവൊന്നും ഇല്ലല്ലോ. അല്പമെങ്കിലും കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
മോനെ, നിന്റെ സന്തോഷ ഉത്സാഹമൊക്കെ എത്ര പെട്ടെന്നാ ഇല്ലാതായേ. കുറച്ചു മുമ്പ് ചുറുചുറുക്കോടെ നീ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. എന്ത് വേണം? ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പാണേ സഹിക്കാൻ വയ്യ. സാധാരണ വിശന്ന് വരുമ്പോ ഒരു നേരത്തെ ആഹാരം ആ ഹോട്ടലിൽ നിന്ന് തരാറുള്ളതാ. ഇന്നാണേൽ ആ ഹോട്ടലിൽ തുറന്നതുമില്ല. ചേട്ടാ, ഇത് എനിക്ക് കഴിക്കാനായിട്ട് എന്റെ ഭാര്യ തന്നുവിട്ട ചോറാ. ഇത് കഴിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കെന്തോ തീരെ വിശപ്പില്ല. ഈ ആഹാരം എന്ത് ചെയ്യണമെന്ന് കരുതിയിരുന്നപ്പോഴാ ദൈവമായിട്ട് ചേട്ടനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നെത്തിച്ചത്. എന്റെ ഭാര്യ എനിക്കായി ഉണ്ടാക്കി തന്ന ആഹാരം കഴിക്കാനുള്ള യോഗം ചേട്ടനാ.